ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നമ്മുടെ ബീഫ് കറിയും മട്ടൻ കറിയൊക്കെ കഴിക്കുന്ന അതേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന അതേ ടേസ്റ്റിലുള്ള സോയ ചങ്ക്സ് കറിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റും. അത് മാത്രമല്ല, സോയ ചങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തത് അതിൻ്റെ ഒരു കുത്തല് കാരണമാണ്. അതൊക്കെ കളഞ്ഞിട്ട് അടിപൊളിയായിട്ടാണ് ഞാനിന്ന് ഈ റെസിപ്പി കാണിക്കുന്നത്. അവസാനം വരെ കാണുക, ടിപ്സൊക്കെ ഫോളോ ചെയ്യുക. ഞാനപ്പോൾ ഈ ഒരു സൈസിലുള്ള സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. നല്ല ഹാർഡായിട്ടുള്ള സോയ ചങ്ക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ഈ സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കേണ്ടത്. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ചൂടൊക്കെ ഒന്ന് എത്തട്ടെ. 2 മിനിറ്റ് മാത്രമാണ് ഇതേപോലെ ചെയ്യാൻ പാടുള്ളൂ. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതേപോലെ കോരി മാറ്റണം. തിളപ്പിക്കുന്ന സമയത്ത് നല്ലപോലെ പതയൊക്കെ വരും കേട്ടോ, അതൊന്നും പ്രശ്നമല്ല. ഇനി കോരി മാറ്റിയ ആ ഒരു സോയ ചങ്ക്സിനെ കുറച്ച് തണുത്ത വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ഒട്ടും വെള്ളമില്ലാതെ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കുക. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി ഇതിൻ്റെ പച്ച മണവും ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒന്നുകൂടി നല്ല പോലെ പിഴിഞ്ഞിട്ട് ഇത് ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതും ഒരു 2 മിനിറ്റ് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആ 2 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ചീത്ത ഫ്ലേവറൊക്കെ പോയിട്ട് നല്ല വെളിച്ചെണ്ണയുടെ ഫ്ലേവറിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഏതൊരു റെസിപ്പി ഈ സോയ ചങ്ക്സ് വെച്ച് ചെയ്യുമ്പോഴും ഇതേപോലെ ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മസാല കൂട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചിക്കനും മട്ടനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്, ആ മീറ്റ് കറിയുടെയൊക്കെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കറിക്ക് നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടിട്ടാണ് അത് ചേർത്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഫ്ലേവറിന് വേണ്ടിയിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടിയിട്ട് തൈര്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂണോളം നല്ല കട്ടി തൈര് എടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. ഇതാണ് ഇതിലേക്ക് പുളിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. തക്കാളി ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു മെത്തേഡിലാണ് നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനീസും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് അതേ രീതിയിലാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇനി നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ പൗഡറിൻ്റെ അളവുകളും അതുപോലെ പൗഡർ യൂസ് ചെയ്യുന്നതൊക്കെ മാറ്റാം. നിങ്ങൾ മീറ്റൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ബീഫ് മസാലയിലും മട്ടൺ മസാലയിലൊക്കെ നിങ്ങൾ ചേർക്കുന്ന കുറച്ച് ടിപ്സ് ഉണ്ടല്ലോ, സീക്രട്ട് ആയിട്ടുള്ള പൗഡേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ അളവിനനുസരിച്ച് നല്ല പോലെ കൈകൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിക്കണം. എന്നാൽ മാത്രമാണ് ഉള്ളിലേക്ക് ഇത് അബ്സോർവ് ആയിട്ട് വരുള്ളൂ. നന്നായിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാലയൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണിത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഇളക്കി നല്ല ഗ്രീൻ കളറായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ചൈനീസ് വെളുത്തുള്ളിയാണ്. അതിന് അത്രയ്ക്ക് വീര്യമില്ല. അതുപോലെ ചൈനീസ് ഇഞ്ചിയുമാണ്. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ആകുമ്പോഴത്തേക്കും അത്ര അളവ് ആവശ്യമില്ല. 1 ടേബിൾ സ്പൂണോളം മതി. ഇനി ഇതിലേക്ക് 2 സവാള വളരെ നൈസായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ചേർത്തേക്കുന്നത്. വളരെ നൈസായിട്ട് അരിയുവാണെങ്കിൽ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. പിന്നെ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ വഴറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിടുവാണെങ്കിൽ ഇങ്ങനെ സവാളയുടെ വെള്ളം ഇങ്ങനെ ഊർന്നു വന്നുകൊണ്ടിരിക്കും, വഴഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് ചൂടോടെ തന്നെ വഴറ്റി ഇതേപോലെ ആയിട്ടുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പാകിസ്ഥാനി സവാളയാണ്. അതുകൊണ്ടിട്ടാണ് ലൈറ്റ് ഒരു വയലറ്റ് കളറിൽ കാണുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എന്തായിരിക്കും ഞാൻ പച്ചമുളക് ചേർക്കാത്തതെന്ന്. പച്ചമുളകും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല എരിവായിരിക്കും.
അപ്പോൾ അതിന് പകരം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അങ്ങനെ കാശ്മീരി ചില്ലി പൗഡർ കൂടുതലായാൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു കറിക്ക് നല്ലൊരു റെഡ് കളർ കിട്ടുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറച്ച് കുറവായിരിക്കണം, എന്നാലാണ് ഈ കറിക്ക് നല്ല കളർ വരിക. നല്ല പോലെ പച്ചമണം മാറിയപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് വച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തണുത്തപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് വെള്ളവും കൂടി, നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല സിൽക്കി ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മീൻകറിയൊക്കെ വയ്ക്കുന്ന അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം സെറ്റാക്കി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒരുമിച്ച് നന്നായിട്ട് തിളച്ച് വന്നോളും. കാരണം നമ്മൾ ഓൾറെഡി നല്ല പോലെ വഴറ്റി വച്ചേക്കുന്നതായിരുന്നു, അരച്ചെടുത്തേക്കുന്ന ഗ്രേവിയാണ്. അപ്പോൾ ഇതിലേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തൊക്കെ കുറവുണ്ടോ അത് ചേർക്കുക. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, സോ ഞാൻ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇപ്പോൾ തന്നെ. ഇനി അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. അപ്പോഴേക്കും ആ ഒരു ചേർത്തിട്ടുള്ള തൈരിൽ നിന്നും അതുപോലെ ബാക്കിയുള്ള എണ്ണയും ഒക്കെ കൂടി ഇതേപോലെ പൊങ്ങി വരും. തൈരിൽ നിന്നും എണ്ണ ഇങ്ങനെ വേർതിരിഞ്ഞ് വരും കേട്ടോ, എന്നാലാണ് അടിപൊളി ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾ ചിക്കൻ കറാഹിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനി ഗ്രേവീസ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ മെയിനായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു തൈര് തന്നെയായിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്യാണ്. കുറച്ച് പഞ്ചസാര ചേർത്താലും മതി, ആ ഒരു പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാനാണ്. അവസാനം കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത്. ചെറിയ ചൂടോടെ കഴിക്കാം. കാരണം ഒരു 10-15 മിനിറ്റ് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഇതൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ചപ്പാത്തിയുടെ കൂടെ അതുപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറി തന്നെയാണിത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ 5 മണിക്ക് കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.